പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനങ്ങളുടെ തീരങ്ങളിലൂടെയുള്ള തീർത്ഥയാത്ര എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളൊരു പുതിയ എപ്പിസോഡിൽ 5-ാം സങ്കീർത്തനമാണ് ചിന്തിക്കുന്നത്. 5-ാം സങ്കീർത്തനം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യം ഒരു പ്രാർത്ഥനയാണ്, ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് യെരൂശലേമിൽ വെച്ചാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ, 5-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: ഞാൻ നിന്റെ ആലയത്തിലേക്ക് ചെല്ലും എന്നുള്ള ഒരു പദപ്രയോഗമുണ്ട്. ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും. യെരൂശലേമിലാണല്ലോ ദൈവത്തിൻ്റെ ആലയമുള്ളത്. അപ്പോൾ ഈ സാഹചര്യം, പശ്ചാത്തലം യെരൂശലേമാണ്. അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് താൻ ഓടിപ്പോകുന്നതിന് മുമ്പ്, അതായത് 3-ാം സങ്കീർത്തനം എഴുതിയതിന് മുമ്പ് എഴുതപ്പെട്ട ഒരു സങ്കീർത്തനമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. തൻ്റെ ജീവിതത്തിൽ ശത്രുക്കളുടെ ദുഷ്ടന്മാരുടെയൊക്കെ സാന്നിധ്യമുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിലുള്ള ഭക്തന്റെ ഒരു പ്രാർത്ഥനയായിട്ടാണ് ഇത് കാണുന്നത്. ഇതിൻ്റെ ഈ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ പ്രാർത്ഥനയാണ്. സങ്കീർത്തനങ്ങൾ പലയിടത്തും നമുക്ക് ഒത്തിരി പ്രാർത്ഥനകൾ കാണുവാൻ സാധിക്കും. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ വായിക്കുന്നുണ്ട്: യഹോവേ, എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ എന്നാണ് വായിക്കുന്നത്. 2-ാമതായി അത് വായിക്കുന്നത്: എൻ്റെ രാജാവും എൻ്റെ ദൈവമായുള്ളവേ, എൻ്റെ സങ്കടയാചനകൾ കേൾക്കണമേ, നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു: യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയിലെ ചില സത്യങ്ങൾ, യഥാർത്ഥ പ്രാർത്ഥന എന്താണെന്ന് ഈ സങ്കീർത്തനത്തിൽ കൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് അതൊരു വ്യക്തിപരമായ പ്രാർത്ഥനയാണ്, ഹൃദയംഗമായ പ്രാർത്ഥനയാണ്. ഈ ഭാഗത്ത് നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ എന്നുള്ള ഒത്തിരിയേറെ വാക്കുകൾ കാണുവാൻ സാധിക്കും. എൻ്റേതെന്ന് പറയുന്നത് സ്വാർത്ഥതയുടെ അടയാളം മാത്രമല്ല. ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ ദൈവം എൻ്റേതാണെന്നുള്ളൊരു ചിന്ത, ഞാൻ ദൈവത്തിൻ്റെതാണെന്നുള്ള ചിന്ത ഉണ്ടാകണമെന്നുള്ളത് സത്യമല്ലേ? ഇവിടെ നാം വായിക്കുന്നു: എൻ്റെ വാക്കുകൾ, എൻ്റെ ധ്യാനം, എൻ്റെ രാജാവ്, എൻ്റെ ദൈവം, എൻ്റെ സങ്കടം എന്നൊക്കെ പറഞ്ഞ് തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളും എൻ്റേതെന്നുള്ള വിഷയത്തോടുകൂടെ ചെല്ലുകയാണ് ദൈവസന്നിധിയിൽ. ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ ഭക്തന് ദൈവം എൻ്റേതെന്നുള്ള ഒരു ചിന്തയുണ്ടെങ്കിൽ എത്ര ഭാഗ്യവാനായിരിക്കും അവൻ. എൻ്റെ ദൈവം എന്ന് പറയുവാൻ തോമസ് അപ്പോസ്തലൻ, കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം തോമസ് അപ്പോസ്തലൻ ഹൃദയംഗമായി ചങ്കുപൊട്ടി നെഞ്ചത്തടിച്ച് പറയുന്ന ഒരു വാചകമുണ്ടല്ലോ, നിങ്ങൾക്കറിയാമത്: എൻ്റെ കർത്താവും എൻ്റെ ദൈവവും എന്നുള്ളത്. അത് തകർന്നവന്റെ ഒരു പ്രാർത്ഥന. അപ്പോൾ എൻ്റേതെന്ന് പറഞ്ഞ് നാം ദൈവസന്നിധിയിലേക്ക് നാം അടുക്കുമ്പോൾ വ്യക്തിപരമായ ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ നമ്മൾ ദൈവസന്നിധിയിലേക്ക് അടുക്കുന്ന സമയത്ത് ദൈവം എൻ്റേതാന്നുള്ളൊരു ചിന്ത, എൻ്റെ ദൈവം എന്നുള്ള ചിന്ത, എൻ്റെ പ്രശ്നങ്ങൾ എൻ്റേതായിരിക്കുമ്പോൾ, എൻ്റെ വേദനകൾ എൻ്റേത് മാത്രമായിരിക്കുമ്പോൾ, എൻ്റെ ദുഃഖം എൻ്റേത് മാത്രമായിരിക്കുമ്പോൾ ദൈവവും എൻ്റേതാണെന്നുള്ള ചിന്ത. എൻ്റെ രാജാവാണവൻ, എൻ്റെ ദൈവമാണ്. വ്യക്തിപരമായിരിക്കണം പ്രാർത്ഥന എപ്പോഴും. 2-ാമതായിട്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് ആഴമേറിയതും അത് വികാരഭരിതമായിരിക്കും, അല്ലെങ്കിൽ ഒരവസ്ഥയാണ് പ്രാർത്ഥന. ചിലപ്പോൾ പ്രാർത്ഥനയിൽ നാം കരയുന്നതിൻ്റെ കാര്യം അതൊരു വൈകാരികമാണ്, ആഴമേറിയ, ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്ന, ഹൃദയത്തിൽ പതിഞ്ഞ പ്രാർത്ഥന. ചില പ്രാർത്ഥനകളൊക്കെ കേട്ടാൽ നമ്മളും കരയുമല്ലോ. ദൈവം മാത്രമല്ല, നാമും കരയും. കാരണം അതുപോലെ വൈകാരികമാണ്. ഒരു യന്ത്രമനുഷ്യന്റെ പ്രാർത്ഥനയാകരുത് നമ്മുടെ പ്രാർത്ഥന, വൈകാരികമായിരിക്കണം. ഇവിടെ പറയുന്നത് എൻ്റെ വാക്കുകൾക്ക്, അതാണ് വൈകാരി, എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ എന്നുള്ള തകർന്നവൻ്റെ, വേദനിക്കുന്നവൻ്റെ ഒരു പ്രാർത്ഥന. എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ. ചില സമയത്ത് നമ്മൾ മൗനമായിരിക്കും പ്രാർത്ഥനയിൽ, പക്ഷെങ്കിൽ വാക്കുകൾ വേണം കേട്ടോ. നമ്മുടെ വാക്കുകൾക്ക് ദൈവം നമ്മുടെ വാക്കുകളെ മാനിക്കും, വാചകങ്ങളെ മാനിക്കും. ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായ് സംസാരിക്കുന്നതെന്ന് പുതിയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട്. നമ്മുടെ വാക്കുകൾ ദൈവസന്നിധിയിൽ അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട്
ഒരപ്പൻ്റെ അരികിലേക്ക് വന്ന് മകൻ പറയുന്നത് പോലെ, മകൾ പറയുന്നത് പോലെ വൈകാരികമായ ഒരു പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, നാം ഇങ്ങനെ ഹൃദയംഗമായി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? വൈകാരികമായി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? വ്യക്തിപരമായി നാം പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മുടെ പ്രാർത്ഥന വൈകാരികമായിരിക്കണം, ഹൃദയത്തിൽ നിന്നുണ്ടാകണം. ദൈവസന്നിധിയിലേക്ക് അടുത്ത് എന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അതാണ്. മൂന്നാമതായി, പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ധ്യാനമാണ്. ഇറ്റ്സ് എ മെഡിറ്റേഷനാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞ ധ്യാനമാണ്. ധ്യാനത്തിങ്കിൽ തീ കത്തുന്നതെന്നൊക്കെ തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. നമ്മുടെ ധ്യാനങ്ങളായിരിക്കണം. ധ്യാനം എന്ന് പറയുന്നത് ദൈവം ആരാണെന്നും ദൈവം എന്താണെന്നും ദൈവം എത്രമാത്രം വലിയവനാണെന്നും മനസ്സിലാക്കുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അവൻ്റെ വലിമ മനസ്സിലാക്കുവാൻ, അവൻ്റെ മഹത്വം മനസ്സിലാക്കുന്നതാണ് പ്രാർത്ഥന. അതുകൊണ്ടാണ് ദാവീദ് ഇവിടെ പറയുന്നത്, എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ധ്യാനമാണ്. എന്തെങ്കിലും വന്ന് പറഞ്ഞിട്ട് പോകുന്നതല്ല പ്രാർത്ഥന. അതൊരു ധ്യാനമാണ്, ഒരു യാഗപീഠമാണത്. യാഗപീഠമാണ് പ്രാർത്ഥന. അതുകൊണ്ടാണ് യാഗപീഠത്തിന്മേലുള്ള തീയും യാഗപീഠത്തിൻ്റെ മേലുള്ള പ്രസാദത്തെ പറ്റിയും പഴയ നിയമത്തിൽ നാം വായിക്കുന്നത്. ഇതൊരു ധ്യാനമാണ്, ഇതൊരു മെഡിറ്റേഷനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു നിശ്ചയദാർഢ്യമുണ്ട്, അതിന് ഒരു ഉറപ്പുണ്ട്, ഒരു കോൺഫിഡൻ്റ് ഉണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത്. നാം ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലുമ്പോൾ. അതുകൊണ്ടാണ് ദാവീദ് ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിൽ പറയുന്നത്, നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാൻ നിന്നോടാ പ്രാർത്ഥിക്കുന്നത്. നീ എൻ്റെ ദൈവമാ, നീ എൻ്റെ രാജാവാ, നീ എൻ്റെ കർത്താവാ, നീ എൻ്റെ എല്ലാമാ, നീ എൻ്റെ പിതാവാ. നിന്നോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ നമുക്കും പറയാൻ, കർത്താവേ, ഞാൻ നിന്റെ അരികിലേക്കാണ് വന്നിരിക്കുന്നത് പ്രാർത്ഥിക്കുവാൻ. അപ്പോൾ പ്രാർത്ഥന ധ്യാനം മാത്രമല്ല, പ്രാർത്ഥന നിശ്ചയദാർഢ്യത്തോടു കൂടി ഉള്ളത് മാത്രമല്ല, പിന്നെയോ പ്രാർത്ഥന എന്ന് പറയുന്നത് അനുസരണത്തിൻ്റെ പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണം, ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുക. ഒരു പുരോഹിതൻ പഴയ നിയമത്തിൽ യാഗപീഠം ഒരുക്കി അതിന്മേൽ യാഗമർപ്പിക്കുന്നത് പോലെ കാത്തിരിക്കുകയാണ് ഈ യാഗപീഠത്തിന്മേൽ തീയിറങ്ങുവാൻ. ഒരുക്കി കാത്തിരിക്കുക രാവിലെ. ഇതൊരു പ്രഭാത സങ്കീർത്തനമാണ്, 3-ാം സങ്കീർത്തനത്തെ പോലെ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ മതിയായ ദൈവമാണ്. നമ്മുടെ പ്രാർത്ഥനയിലെ ഘടകങ്ങൾ, സത്യങ്ങളാണ് ഇതിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ ദിവസം തിരുവചനം കേൾക്കുമ്പോൾ നാം പ്രാർത്ഥിക്കുന്ന ദൈവം മതിയായവനാണ് നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം തരുവാൻ. ദൈവം ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ ഷാജി അബ്രഹാം.